ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ഇലക്ട്രോണിക് മെയിലാണ്. ഇലക്ട്രോണിക് മെയിൽ എന്ന് പറഞ്ഞാൽ ഇമെയിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ നോർമലി മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ത്രൂ ഇൻ്റർനെറ്റ്. ഒഫീഷ്യലും അൺഒഫീഷ്യലായിട്ടുള്ള മെയിൽസ് നമ്മൾ ഇമെയിൽ വഴി സെൻഡ് ചെയ്യും. അതൊക്കെ അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തിനാണ് മെയിൽ ഉപയോഗിക്കുന്നത്, എങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ളതൊക്കെ. ഇനി മെയിലിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, മെയിലിൻ്റെ ആർക്കിടെക്ചർ നോക്കുമ്പം മെയിൽ സിസ്റ്റം ആർക്കിടെക്ചർ 9 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാസ് 3 അതിൽ സെൻഡറിനും റിസീവറിനും 3 ഡിഫറെൻറ്റ് ഏജൻറ്റ്സ് ആണുള്ളത്. ഒന്ന് യൂസർ ഏജൻറ്റ്, ഒന്ന് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ്, തേർഡ് വൺ മെസ്സേജ് ആക്സസ് ഏജൻറ്റ്, UA, UTA, UMA, UAA. അത് ഇതിൽ യൂസർ ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ പ്രോഗ്രാം, അതായത് ഇറ്റ് ഹാൻഡിൽസ് ദ ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം സെൻഡർ ടു റിസീവർ ഈസിയർ. കുറച്ചുകൂടി ഈസി ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത്. ദർ ആർ 2 types ഓഫ് യൂസർ ഏജൻറ്റ്, കമാൻഡ് ഡ്രിവൺ ആൻഡ് GUI യൂസ് ബേസ്ഡ്. അതിൽ കമാൻഡ് ഡ്രിവൺ ഈസ് എൻ ഏർലി സ്റ്റേജ് ഓഫ് ഇമെയിൽ. ഏർലി സ്റ്റേജസിൽ ഇമെയിലിനകത്ത് യൂസ് ചെയ്തിരുന്ന സാധനമാണ് കമാൻഡ് ഡ്രിവൺ എന്ന് പറയുന്നത്. GUI കറൻ്റ്ലി യൂസിങ്, GUI മീൻസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. അത് കറൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ക്യാൻ സെൻഡ് മെയിൽ ത്രൂ കീബോർഡ് ആസ് വെൽ ആസ് മെനു ഓപ്ഷൻസ് ലൈക്ക് ദാറ്റ്, മൗസസ്, അങ്ങനെ വി ക്യാൻ സെൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്, ഗ്രാഫിക്കൽ ഐക്കൺസ് ലൈക്ക് ദാറ്റ്. അതാണ് GUI എന്ന് പറയുന്നത്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലാണ് എഡോറ ഔട്ട്ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മെയിൽ ട്രാൻസ്ഫറിൻ്റെ ആർക്കിടെക്ചറാണ്. ഈ മെയിൽ ട്രാൻസ്ഫറിൻ്റെ ആർക്കിടെക്ചറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UTA എന്ന് പറഞ്ഞാൽ യൂസറിൻ്റെ സൈഡിൽ നിന്ന് യൂസർ ഏജൻറ്റ് മെസ്സേജ് ആക്സെപ്റ്റ് ചെയ്തു. ഈ MTA എന്നതിൽ എത്തുമ്പോഴാണ് മെയിനായിട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതിൽ MTA ക്ലയൻറ്റ്, ആരാണോ സെൻഡ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ സൈഡ് ക്ലയൻറ്റും സെർവറിൻ്റെ സൈഡ് സെർവറുമാണ് ഉണ്ടായിരിക്കുക. അത് അവിടുന്ന് MTA സെർവറിലോട്ട് പോകും. MTA സെർവറിൽ നിന്ന് പിന്നെയും അത് MTA ക്ലയൻറ്റിലെത്തി നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് സെർവർ സൈഡിലേക്ക് വൈസ് വേഴ്സ സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ഇമെയിലിന് 2 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോക്കൽ പാർട്ടും ഒന്ന് ഡൊമൈൻ നെയിമും. അത് @ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ലോക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ നമ്മുടെ യുണീക്കായിട്ടുള്ള നമ്മുടെ ഫയൽ നെയിംസ്, നമ്മുടെ നെയിംസാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ asaba@gmail.com എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസബ എന്നുള്ളത് ലോക്കൽ പാർട്ടും Gmail എന്ന് പറയുന്നത് ഡൊമൈൻ നെയിമുമാണ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. DNS ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്തത് MTA, അതായത് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് SMTP എന്ന് പറയുന്നത്. SMTP. ഓക്കെ, ഈ MTA ആണ് മെയിനായിട്ട് സിസ്റ്റം ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ആക്ച്വൽ ട്രാൻസ്ഫറിന് വേണ്ടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഉള്ളതാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് മെയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അതിൽ MTA യൂസ് ചെയ്തിട്ട് അതിൻ്റെ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് റെസ്പോൺസ്. SMTP കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് റെസ്പോൺസും ക്ലയൻറ്റ് ഏജൻറ്റും MTA ക്ലയൻറ്റും MTA സെർവറും ചെയ്യുന്നത്. അതിൻ്റെ കമാൻഡ്സാണ് കുറച്ച് കമാൻഡ്സുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഹലോ എന്ന് പറഞ്ഞാൽ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഞാനാണ് ക്ലയൻറ്റ് അല്ലെങ്കിൽ ഞാനാണ് സെർവർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സെക്ഷനാണ് ഹലോ എന്ന് പറയുന്നത്. മെയിൽ ഫ്രം എന്ന് പറയുന്നത് മെസ്സേജ് ഐഡൻറ്റിഫൈസ് ഹൂസ് ദ സെൻഡർ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേമാതിരി RCPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്പിയൻ്റ് ആരാണ് മെയിൽ അയക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഓഫ് മെയിൽ, നമ്മൾ മെയിലിനകത്ത് എന്താണ് കണ്ടൻറ്റ് എന്ന് പറയുന്നതാണ് ഡാറ്റ എന്ന് പറയുന്നത്. അടുത്തത് എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളത്, റീസെറ്റ് അബോട്ട് ചെയ്തിട്ട് കറണ്ട് മെയിലിന് ട്രാൻസാക്ഷൻ അബോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് RSET എന്ന് പറയുന്നത്. വെരിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം വെരിഫൈ ചെയ്യണം, അഡ്രസ്സ് പ്രോപ്പറാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതാണ്.
നൂപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് റെസിപ്പിയൻറ്റ്. ടേൺ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ടേൺ ദ സെൻഡർ ആൻഡ് ദ റെസിപ്പിയൻറ്റ്. അങ്ങനെ ഒരുപാടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഓരോ പർട്ടിക്കുലർ കോഡുകളും ഉണ്ട്. 211, 214, 220, 220 ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യമില്ല. 220 എന്ന് പറയുന്നത് സർവീസ് റെഡി. 221 എന്ന് പറയുന്നത് സർവീസ് ക്ലോസിംഗ് ട്രാൻസ്മിഷൻ ചാനൽ. 250 എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് കമാൻഡ് കംപ്ലീറ്റഡ്. 251 എന്ന് പറഞ്ഞാൽ യൂസർ നോട്ട് ലോക്കൽ, ദ മെസ്സേജ് വിൽ ബി ഫോർവേഡഡ്. അങ്ങനെ 211 എന്ന് പറഞ്ഞാൽ സിസ്റ്റം സ്റ്റാറ്റസ് ഓർ ഹെൽപ്പ് റിലേ. 214 ഹെൽപ്പ് മെസ്സേജ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം ഇപ്പം വെൽ നോൺ പോർട്ടായിട്ടുള്ള 25 എന്നുള്ള പോർട്ട് വഴിയാണ് നമ്മൾ ക്ലയൻറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ക്ലയൻറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ 3 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ സെർവർ 220 എന്നുള്ള ഒരു കോഡ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സെർവർ ഈസ് റെഡി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ക്ലയൻറ്റ് റിക്വസ്റ്റ് പാസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എപ്പോൾ സെർവർ 421 എന്നുള്ള കോഡ് 421 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ ഈസ് നോട്ട് അവൈലബിൾ, സർവീസ് ഈസ് നോട്ട് അവൈലബിൾ എന്നുള്ളതാണ് കോഡിൻ്റെ മീനിങ്. ഇത് റിസീവ് അത് കിട്ടുന്നവരെ അവർ ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് എന്ത് ചെയ്യും, ഹലോ എന്നുള്ള മെസ്സേജ് പാസ് ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്വയം നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പോലെ സ്വയം പറയുന്നത് ഞാനാണ് ആൾ, ഞാൻ അയക്കാൻ പോകുന്നത്, എൻ്റെ ഡൊമൈൻ നെയിം എന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതാണ് സെക്കൻഡ് സെക്ഷൻ. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് സെർവർ റെസ്പോൺസ് വിത്ത് കോഡ് 250. അതായത് റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഓർ അതർ കോഡ് ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ. അല്ലെങ്കിൽ അത് ഇപ്പോൾ 250 വെച്ച് കോഡ് റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഇനിയൊന്നും വരാനില്ല എന്ന് പറഞ്ഞിട്ട് സെർവർ ക്ലയൻറ്റിന് പാസ് ചെയ്യുന്ന കോഡാണ് 250 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ വല്ല ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ കോഡ് ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അടുത്തത് മെസ്സേജ് ട്രാൻസ്ഫറിന് 8 സ്റ്റെപ്സാണുള്ളത്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ് ഡിപ്പെൻഡിങ് അപ്പോൺ സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യും. അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം മെയിൽ ഫ്രം എവിടെ നിന്നാണ് മെയിൽ വരുന്നത് എന്നുള്ളത് ഇനീഷ്യലൈസ് ചെയ്യും. അവിടെ നിന്ന് ആദ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ ട്രാൻസ്ഫറിനുള്ള സാധനം ഇനീഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിൽ സെർവർ റെസ്പോൺസ് വിത്ത് കോഡ് 250 എന്നുള്ള കോഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. 250 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ ഇനി റെസ്പോണ്ട് ചെയ്യാനൊന്നുമില്ല, അതായത് എം ടി ആണെന്നുള്ള മീനിങ് ആണെങ്കിൽ അങ്ങനെ വെച്ച് വെയിറ്റ് ചെയ്യും. തേർഡ് വൺ ക്ലയൻറ്റ് സെൻസ് ദ RCPT ടു മെസ്സേജ്. അതായത് സെർവർ RCPT എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്പിയൻ്റ് ഞാനാണ് റെസിപ്പിയൻ്റ് അയക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. ഫോർത്ത് വൺ ദ സെർവർ വീണ്ടും റെസ്പോണ്ട് ചെയ്യണം 250 ഇനി ഒന്നുമില്ല എന്നുള്ള മെസ്സേജാണ്. നോ അതർ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് കമാൻഡ് കംപ്ലീറ്റഡ്, റിക്വസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ ഡാറ്റ മെസ്സേജാണ് ഫിഫ്ത്ത് വൺ അയക്കുന്നത്. പിന്നെ ആറാമത്തെ ഇതിൽ ചെയ്യുന്നത് റെസ്പോണ്ട് ടു 354 സ്റ്റാർട്ട് മെയിൽ ഇൻപുട്ട്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ തുടങ്ങും. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഡാറ്റേനെ ഇൻപുട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. സെവൻത്ത് പാർട്ടിൽ ക്ലയൻറ്റ് സെൻസ് ദി കണ്ടൻറ്റ് ഓഫ് ദ മെസ്സേജ് ഈസ് കോൺസിക്യൂട്ടീവ് ലൈൻസ്. ആ കണ്ടൻറ്റ് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് കോൺസിക്യൂട്ടീവായിട്ട് നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഈച്ച് ലൈൻ ഈസ് ടെർമിനേറ്റഡ് ബൈ 2 ക്യാരക്ടർ എൻഡ് ഓഫ് ലൈൻ ടോക്കൺ. ഓരോ ലൈനും ടെർമിനേറ്റ് ചെയ്യുന്നത് 2 ക്യാരക്ടർ, അതായത് എൻഡ് ഓഫ് ലൈൻ എന്നുള്ള 2 ക്യാരക്ടർ വെച്ചിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ഷൻ ടെർമിനേഷനാണ്. കണക്ഷൻ ടെർമിനേഷന് മെയിനായിട്ട് 2 സ്റ്റെപ്സാണ് ഉപയോഗിക്കുന്നത്. മെസ്സേജ് എല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അത് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. ദ ക്ലയൻറ്റ് സെൻസ് ദ ക്വിറ്റ് മെസ്സേജ്. ഒരു ക്ലയൻറ്റ് എന്ത് ചെയ്യും, ക്വിറ്റ് എന്നുള്ള മെസ്സേജ് കമാൻഡ് പാസ് ചെയ്യും. സെർവർ റെസ്പോൺസ് വിത്ത് 221 ഓർ സം അതർ അപ്രോപ്രിയേറ്റ് കോഡ്. 221 എന്തായിരുന്നു നമ്മൾ നോക്കിയത്? 221 എന്ന് പറഞ്ഞാൽ സർവീസ് ക്ലോസിങ് ട്രാൻസാക്ഷൻ ചാനൽ. ആ ചാനലിലുള്ള സർവീസ് ക്ലോസ് ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും സെർവർ പാസ് ചെയ്യുക. അതോടുകൂടി അത് ക്ലോസ് ചെയ്യും. ഓക്കെ. അടുത്തത് മെസ്സേജ് ആക്സസ് പോയിൻ്റ്. മെസ്സേജ് ആക്സസ് പോയിൻ്റ് പോപ്പ് അല്ലെങ്കിൽ IMAP.
ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജസ് ഓഫ് മെയിൽ ഡെലിവറി. ഇതിൽ നമ്മൾ മെയിൽ ഡെലിവറി സർവീസസിൽ ഫസ്റ്റും സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ SMTP ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. SMTP ഇൻവോൾവ് ചെയ്യാത്ത മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. ബിക്കോസ് SMTP അതിൽ SMTP എന്ന് പറയുന്നത് ഒരു പുഷ് പ്രോട്ടോക്കോളാണ്. പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ലെവലിൽ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രോട്ടോക്കോളാണ് SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് തേർഡ് ലെവലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അത്ര പോസിബിൾ അല്ല. ഇത് ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് മെസ്സേജ് ക്ലയൻറ്റ് ടു സെർവർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ SMTP ഉപയോഗിക്കുന്നത്. തേർഡ് സ്റ്റേജിൽ തേർഡ് സ്റ്റേജിൽ ശരിക്കും പുള്ള് ചെയ്യുന്ന പോലത്തെ ഒരു പ്രോട്ടോക്കോൾ വേണം. സോറി. അപ്പോൾ അങ്ങനെ പുള്ളി ചെയ്യുന്ന തരത്തിലുള്ള പ്രോട്ടോക്കോൾസാണ്. അതായത് ഡയറക്ഷൻ ഓഫ് മെസ്സേജ് ഈസ് ഫ്രം ദ സെർവർ ടു ക്ലയൻറ്റ്. സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക്, ക്ലയൻറ്റ് ടു സെർവർ ആകുമ്പോൾ കുഴപ്പമില്ല. സെർവർ ടു ക്ലയൻറ്റിലേക്ക് പുള്ളി ചെയ്യുന്ന മാതിരത്തെ മെസ്സേജ്. അതിന് എക്സാമ്പിൾസാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസാണ് പോസ്റ്റ് ഓഫീസ് വേർഷൻ 3, IMAP 4 വേർഷൻ 4. IMAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ വേർഷൻ 4. POP3 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ വേർഷൻ 3 ഈസ് സിമ്പിൾ ബട്ട് ലിമിറ്റഡ് in functionality. The client POP3 software is installed on the recipient computer. നമ്മൾ ആരാണോ ക്ലയൻറ്റ് അവരുടെ സൈഡായിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. അതുമാതിരി POP3 അതുമാതിരി സെർവർ സൈഡും അതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. മെയിൽ ആക്സസ് സ്റ്റാർട്ട്സ് വിത്ത് ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമ്മൾ അടുത്തത് ഇതാണ് POP3 പ്രോട്ടോക്കോളിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൽ യൂസർ നെയിം കൊടുത്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് എല്ലാം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ നമ്പേഴ്സ് അതിൻ്റെ സൈസ് എല്ലാം കൊടുത്ത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മെയിൽസ് വേണമെങ്കിൽ നമുക്ക് അയക്കേണ്ട കണ്ടൻറ്റ് കൊടുക്കുക. നമുക്ക് അതിനകത്ത് എത്ര ഡാറ്റ വേണമെങ്കിലും, നമുക്ക് എത്ര ഇമെയിൽ വേണമെങ്കിലും, എത്ര പേർക്ക് വേണമെങ്കിലും നമ്പർ ഓഫ് നമുക്ക് അയക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ സെർവർ സൈഡിൽ നിന്ന് അയക്കുന്ന രീതിയും ക്ലയൻറ്റിലേക്ക് റിസീവ് ചെയ്യുന്ന രീതി, അതായത് പുൾ മെസ്സേജാണ് ഫുള്ള്. സെർവറിൽ നിന്ന് റിസീവറിലേക്ക്, അതായത് ക്ലയൻറ്റിലേക്ക് വരുന്ന ടൈപ്പ് ഓഫ് മെസ്സേജസിനാണ് നമ്മൾ എപ്പോഴും ഒരു പർട്ടിക്കുലർ സെർവറിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ സെർവറിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്ലയൻറ്റിന് വരുന്ന മെസ്സേജ്, അങ്ങനത്തെ രീതിയിലുള്ള മെസ്സേജാണ്. ഇതിനാണ് നമ്മൾ ഈ POP3 എന്നുള്ളത് ഉപയോഗിക്കുന്നത്. POP3യിൽ 2 മോഡ്സ് ഉള്ളത്, ഒന്ന് ഡിലീറ്റ് മോഡും ഒന്ന് കീപ്പ് മോഡും. അതിൽ ഡിലീറ്റ് മോഡ് എന്താണെന്ന് നമുക്ക് കീപ്പ് മോഡ് എന്താണെന്നും പറഞ്ഞുതരാം. ഡിലീറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക. കീപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് IMAP 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനദർ മെയിൽ ആക്സസ് പ്രോട്ടോക്കോളാണ്. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ POP3യുടെ ഡെഫിഷ്യൻസീസ്, പോരായ്മകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് IMAP എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതിൽ യൂസർ ക്യാൻ ചെക്ക് ദ മെയിൽ ഹെഡർ പ്രിയോർ ടു ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇമെയിലിൻ്റെ ഹെഡർ ചെക്ക് ചെയ്യാം. യൂസർ ക്യാൻ സെർച്ച് ദ കണ്ടൻറ്റ് ഓഫ് ദ ഫയൽ ഇൻ എ സ്പെസിഫിക് സ്ട്രിങ് ഓഫ് എ ക്യാരക്ടർ പ്രിയോർ. അങ്ങനത്തെ 5-6 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് നോക്കുക. അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇമെയിലിനകത്ത് വരുന്നത്.